അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരുത്താണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, ഇതിപ്പം 12 മണിയായി. രാവിലെ സുബഹ് കണ്ടൊന്ന് കിടന്നിട്ടുണ്ടായിന്. കാര്യം ഇന്ന് ബ്രദറിന് ഡ്യൂട്ടി ഒന്നും ഇല്ല, കാരണം ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ 12 മണിയായി, വേഗം അവർക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ച് ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻ്റ് എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ ഇതുവരെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ ഗൾഫിലാവുമ്പം കാര്യമായിട്ട് എനിക്ക് വീഡിയോസിൽ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനൊന്നും കഴിയില്ല. വീട്ടിലാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ വേഗം തന്നെ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ ഇവിടെ റൂമിൽ വന്നേരെ ബ്രദറിനോടും ഇക്കാനോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇനി മുതൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് രാവിലെ കഴിക്കാമെന്ന്. സംഭവം അതെൻ്റെ ഒരു ഐഡിയ ആണ്. കാരണം ഹെൽത്തി എന്ന് പറയുമ്പം കുറേ വെജീസും കാര്യങ്ങളും മുട്ടയെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുക്കിംഗ് ടൈം അധികം എടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്നില്ലേ ഞാൻ റോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫ്രൈഡ് ചിക്കനും പിന്നെന്താ ഫ്രഞ്ച് ഫ്രൈസും എടുത്തു വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാളും കിച്ചണിൽ വന്നിട്ട് പറയലാന്ന് ഇതാണോ നിൻ്റെ ഹെൽത്തിന്ന്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കന് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാ ചിക്കന് ഒന്ന് വേവിച്ചിട്ട് കുരുമുളകെല്ലാം ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് റോളാക്കിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് റെസിപ്പീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലെല്ലാം ആകുമ്പില്ലേ തിരക്കിട്ട് ഡ്യൂട്ടിക്കെല്ലാം പോകുന്നവരാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനിടയിൽ മോനിക്ക് ന്യൂട്ടലിയും ബ്രെഡും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ്. ഓനിങ്ങനെ സാൻഡ്വിച്ച് ടൈപ്പിലല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോളാക്കിയതൊന്നും കഴിക്കില്ല. അതിൻ്റെ ഉള്ളിൽ വെജീസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും. അപ്പോൾ ഇതാ എനിക്ക് ന്യൂട്ടലും ബ്രെഡും ആക്കി കൊടുക്കലാണ്. പിന്നെ പാലിപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിന് കുറച്ച് കോഫിയും പിന്നെ ഓട്സും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെന്താ ഇങ്ങനെയെല്ലാം ആകുമ്പില്ലേ നമുക്ക് നമ്മളെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഐറ്റംസും കിട്ടും. വെജീസും മുട്ട കാര്യങ്ങൾ എല്ലാം കിട്ടുകയും ചെയ്യും. എന്നാലും പണി ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ എനിക്കിതാ ഞാൻ കുറച്ച് ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്സിൽ കുറച്ച് ബെറീസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം രാവിലത്തെ അവരെ ഒരു വിശപ്പും നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ഓട്സ് ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ഇതാ ഫ്രൈഡ് ചിക്കന്. ഈ ഒരു ചിക്കന് ഇതിൽ നിങ്ങൾ ഭയങ്കര ഹെൽത്തി ആയിട്ടും കുക്കാക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഞാനിപ്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ മുകളിൽ കുറച്ച് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആക്കിയിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനെല്ലാം കൊടുക്കാൻ അടിപൊളിയായിരിക്കും. എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ലേ അതിൻ്റെ എന്താ പറയുക ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പെല്ലാം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് റോളാക്കി എടുത്താലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസിൻ്റെ ലീഫും ഏത് ലീഫാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് വെച്ച് കൊടുക്കുക. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കലാണ്. അതിനു മുമ്പ് ഒന്ന് ചൂടാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിതിലില്ലേ ഇക്കാക്ക് മോസറല്ല ചീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്, ചീസി ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ആദ്യത്തത് ഇക്കാക്ക് അങ്ങനെ ചീസ് ഇല്ലാണ്ട് ഇട്ട് കൊടുക്കലാണ്. ബാക്കിയെല്ലാം ചീസ് ഇടുന്നതുകൊണ്ട് തന്നെ ഒന്ന് പാനിൽ ചൂടാക്കിയിട്ടാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. പിന്നെ കാര്യമായിട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയെല്ലാം ആകുമ്പം ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. സുബഹ് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങി ഒരു 12 മണിയെല്ലാം പിന്നെ എണീക്കാൻ വേണ്ടിക്ക്.
എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് എന്താ പറയുക ലഞ്ച് കഴിക്കുന്നെങ്കിൽ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആ ഒരു രീതിയിൽ കഴിഞ്ഞോട്ടെ. പിന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് പുറത്തേക്ക് പോകും. എന്നിട്ട് എന്തെങ്കിലും ചായ കുടിക്കും. പിന്നെ പുറത്തത്തെ ഫുഡ് എന്താ പറയുക രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് തന്നെയായിരിക്കും കേട്ടോ. ഞാനിതാ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനില്ലേ സൺഫ്ലവർ സീഡും പിന്നെ പംകിൻ സീഡും ഇല്ലേ അതും കുറച്ച് ബെറീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് തേനില്ലേ തേനും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇത് മാത്രം മതി വയറ് ഫില്ലാകാൻ വേണ്ടിക്ക്. പിന്നെ ഞാൻ ഉച്ചക്കത്തതും കൂടി ആവുന്നതുകൊണ്ട് പിന്നെ റോളാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരിക്കൽ ഒന്ന് കൊണ്ടു കൊടുക്കലാണ്. പിന്നെന്താ പിന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാം ക്ലിയർ ആക്കാം കേട്ടോ. അതുപോലെ തന്നെ എന്തിനാണ് ഗൾഫിൽ വന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വെറുതെ അങ്ങനെ വന്നതാണ് കേട്ടോ. കാക്ക ഇങ്ങനെ ലീവ് ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ വെറുതെ വന്നതാണ്. ലീവ് അല്ല ഇക്കാനെ എപ്പോഴും നമുക്ക് കിട്ടുമൊന്നും ചെയ്യില്ല. ബിസിനസ് അല്ലേ നാട്ടിൽ. അപ്പോൾ കുറച്ച് തിരക്കെല്ലാം കുറഞ്ഞ ടൈം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ റോൾ ചെയ്തെടുക്കലാണ്. മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ മൊസറല്ല ചീസ് ചേർക്കുകയാണെങ്കിൽ ഒന്ന് ഓവളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കില്ല എന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഞാനിതിൽ ചേർത്ത് കൊടുത്തത് തക്കാളി, ഫ്രൈഡ് ചിക്കന്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ലെറ്റ്യൂസിൻ്റെ ലീഫ്, മയോണീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. രാവിലെ എല്ലാം ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ മയോണീസ് എല്ലാം ഒഴിവാക്കുക കേട്ടോ. ചീസ് ഉണ്ടാവില്ലേ ചീസ് ചേർത്ത് കൊടുക്കുക. പിന്നെന്താ ഞാനിപ്പം ഉച്ചക്കൊക്കെ ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാത്തവർ കഴിച്ച് നോക്കുക, അടിപൊളിയാണ്. ഇപ്പം ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ചീസി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഉൾഭാഗം ഇങ്ങനെ ചീസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. പിന്നെ രാവിലെ എണീച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് റൂമിലാകുമ്പോൾ കാര്യമായിട്ട് അടിച്ചുവാരൽ തുടക്കൽ അങ്ങനത്തെ ഒന്നും ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അലക്കാനുണ്ടാവും, അലക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അസറ നമസ്കാരവും കാര്യങ്ങളും മഗ്രിബും കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കോഫിയും സ്നാക്കും വാങ്ങി കഴിക്കും. ഇപ്പം ഇതാ നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ ഇതാ പുറത്തുനിന്ന് കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയുക നടന്ന് കുറച്ച് സമയം സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കണ്ട് രാത്രിയാവും കേട്ടോ. പിന്നെ ഒരു 12-1 മണിയെല്ലാം ആവും പിന്നെ തിരിച്ച് റൂമിലേക്ക് വരാൻ വേണ്ടിക്ക്. പിന്നെ ഉമ്മ നാട്ടിലില്ലെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. ഉമ്മ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഉമ്മ നാട്ടിലാണ് കേട്ടില്ല. മൈസാൻ്റെയും ഇനിയും കൂട്ടാത്തതുകൊണ്ട് ഇനി ഉമ്മയപ്പയും അവരോടെയാന്നില്ല. നമ്മളിപ്പം പോകുമ്പം നാട്ടിലേക്ക് പോകുമ്പം അവർ തിരിച്ചു വരും അങ്ങനെ. പിന്നെ മോനിക്ക് പിന്നെ ഓണത്തിൻ്റെ ലീവ് ആയതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ. മൈസക്ക് പിന്നെ 10th ആയതുകൊണ്ട് എന്തായാലും സ്പെഷ്യലും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അവർ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ കാണിക്കുമ്പം വോയിസ് ഓവർ കൊടുക്കാന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഓരോർക്ക് വിചാരിക്കും മ്യൂസിക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ കുറേ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോകുന്ന വീഡിയോസ് അധികം എടുക്കാത്തത്. കുറേ ആൾക്കാർ പറയലുണ്ട് പുറത്തു പോകുന്ന വീഡിയോസ് എല്ലാം ആഡ് ചെയ്യണം, പിന്നെ പാത്രങ്ങൾ വാങ്ങുന്നതും കാര്യങ്ങളും ഷോപ്പിങ്ങും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക മടിയാണ് വീഡിയോസ് എല്ലാം ചെയ്യാൻ വേണ്ടിക്ക് എടുക്കാൻ വേണ്ടിക്ക്. വിചാരിക്കും എന്തിനാന്നും മതി അങ്ങനെയെല്ലാം തോന്നലുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ ആ ഒരു വീഡിയോസെല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളതിൽ ദുബൈയിൽ തന്നെ യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു റിവർലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. നമ്മൾ ദുബൈയിലല്ല യൂറോപ്പിലെവിടെയോ ഉള്ള പോലത്തെ ഒരു ഫീലാണ്. ഫോട്ടോസിൽ എടുക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമെന്ന് നമ്മളിപ്പം വീക്കെൻഡെല്ലാം ഇവിടെ പോകണമെന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ ഇവിടത്തേക്ക് വന്നോ, അടിപൊളി സ്ഥലമെന്ന് കേട്ടോ. നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. നല്ല ഭംഗിയുണ്ട്. രാത്രിയാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗിയുള്ളത്. കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് രാവിലെ വരുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കുന്ന സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളിപ്പം രാത്രിയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് അപ്പോൾ ഈ ഒരു റിവറിലില്ലേ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കണ്ടാൽ അങ്ങനെ പറയുകയേ ചെയ്യില്ല. നല്ല രസമുണ്ട്, നല്ല ഒരു ഇളം കാറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇപ്പം ദുബൈയിൽ ചൂടല്ലേ, നല്ല ചൂടല്ല എന്നാലും നല്ലൊരു തണുപ്പിൻ്റെ ടൈമിൽ നമ്മൾ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും.
ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അങ്ങനെ ഓരോ ഫോട്ടോസ് എല്ലാം എടുക്കലാണ്. ഞാനില്ലേ ഇങ്ങനെ വീഡിയോസ് എടുക്കും, എന്നാൽ എൻ്റെ കയ്യിൽ ചെറുതിലുള്ള ഫോട്ടോസോ കുട്ടികളുടെ ഫോട്ടോസോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനങ്ങനെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളെയല്ല. അങ്ങനെയുള്ളൊരു ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ഭുതം. എന്നാൽ എൻ്റെ ബ്രദറിൻ്റെ ടൈമിലേ നമ്മൾ ചെറുതിലെ ഫോട്ടോസും എൻ്റെ മൈസാൻ്റെയും മൻഹാൻ്റെയും എല്ലാം ഓരോ ഫോട്ടോസും ഉണ്ടാവും. നമുക്കെന്നെ അത്ഭുതം, ഇങ്ങനെ ഇതെല്ലാം ഇപ്പോൾ എടുത്തിന്ന് ചോദിക്കും. മൈസീമനെല്ലാം അങ്ങനെ ചോദിക്കലാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അത്രയും ഫോട്ടോസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അധികം ഡിലീറ്റ് ചെയ്യും. ഞാനധികം ഫോട്ടോസ് എടുക്കാൻ ഓർമ്മിക്കലും ഇല്ല. ഇക്കാക്കും അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമില്ല കൂട്ടത്തിലൊന്നല്ല അങ്ങനെ. പക്ഷെ ഓൻ്റെ കയ്യിൽ എല്ലാ ഫോട്ടോസും ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ നമുക്ക് പേടിയുമില്ല. അത്യാവശ്യം നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നോട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് നമ്മൾ തിരിക്കലാണ്. പിന്നെ ഇവിടെ ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് നോക്ക്, നല്ലൊരു സ്ഥലമാണ്. കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിന്ന് വിട്ട് ഇനിയിപ്പം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഇപ്രാവശ്യം ചൈനീസ് ഫുഡൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ ഗൾഫിലെല്ലാം വരുവാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചൈനയിലെല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ആക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു ചൈനീസ് ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ നാളായി ഞാൻ ഇതൊന്ന് ട്രൈ ആക്കണമെന്ന് വിചാരിക്കുന്നത്. ചൈനീസ് വീഡിയോസിലെല്ലാം കുക്കിംഗ് വീഡിയോസിലെല്ലാം കാണാം ഇങ്ങനെ അവർ എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ്, കുക്ക് ചെയ്യാത്ത ഐറ്റംസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് കുക്കായിട്ട് അങ്ങനെ കഴിക്കുന്നത്. നല്ല ചൂടുണ്ടാവും, അതുപോലെ നല്ല സ്പൈസി ആയിരിക്കും, ഭയങ്കര എരിവുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്ത് ഐറ്റംസും സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് എടുക്കാം, വെജ് വേണമെന്നുണ്ടെങ്കിൽ വെജ്, അങ്ങനെ സീ ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടാവും. നമ്മളിപ്പം കുറച്ച് ഐറ്റംസ് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ആക്കുന്നത്. ബ്രദർ വെച്ചിട്ടുണ്ടായിന്, ഞാനും ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റുള്ള ഐറ്റംസാണ്. കുറച്ച് മട്ടന്, പിന്നെ കാടമുട്ട, എന്താ പറയുക മഷ്റൂം, പിന്നെ നൂഡിൽസ്, പിന്നെന്താ പിന്നെ കുറച്ച് ഐറ്റംസ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നതിലുപരി നമ്മൾ ഒരുമിച്ച് ഫാമിലി എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കുമ്പം വേറെ തന്നെ ഒരു വൈബായിരിക്കും. പിന്നെന്താ എന്താ പറയുക, നമ്മൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ കഴിക്കലാണ്. കുറേ സമയം എടുക്കും കേട്ടോ ഇത് നമ്മൾ കഴിച്ച് തീരാൻ വേണ്ടിക്ക്. ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കുക്കാക്കിയിട്ട് എന്താ പറയുക, മട്ടനെല്ലാം ആണെങ്കിൽ വേവിക്കാത്ത മട്ടനായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ് കേട്ടോ. എല്ലാവരും അധികം അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് അറിയുന്നതാണ്. കുക്ക് ചെയ്യാത്ത ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ പോയിട്ട് വരും. എന്താ പറയുക, ഈ സൂപ്പിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അത്രയും തിന്നായിട്ടാണ് ഇവർ കട്ടാക്കിയ, മെഷീൻ കട്ടാണ്. അപ്പം അത്രയും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ 1 മണിക്കൂറെല്ലാം എടുക്കും എന്തായാലും ഇതിൽ കഴിച്ച് ആസ്വദിച്ച് സംസാരിച്ചിട്ടുള്ള 1 മണിക്കൂർ എടുക്കും ഇത് കഴിച്ച് തീരാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല എരിവും നല്ല ചൂടുമായിരിക്കും. ചൂടോടെ ഇങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഈ ഒരു സൂപ്പ് കഴിക്കാൻ വേണ്ടിക്ക്. വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെന്താ, ഇതിൻ്റെ കൂടെ ഇവർ ഫ്ലവർ ടീയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും അടിപൊളിയാണ്. അതിൻ്റെ ഇടയിലില്ലേ ഓനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഭയങ്കര എരിവുള്ള ഐറ്റംസ് ഒന്നും. എന്നിട്ട് ഓനിക്ക് എരിയുന്നെന്ന് പറഞ്ഞിട്ട് ചുണ്ടിന് കുറച്ച് ഐസ് ക്യൂബ്സ് എല്ലാം വാങ്ങിയിട്ട് അങ്ങനെ വെക്കലാണ്. നമ്മളെ നാട്ടിലധികം കാണാത്ത ഒരു കുക്കിംഗ് സ്റ്റൈലല്ല ഇത്. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഫ്ലേവറുള്ള സൂപ്പുകളുണ്ട്. ഇത് എന്താ പറയുക, കുറേ ടൈപ്പ് സൂപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളങ്ങനെ സെലക്ട് ആക്കി എടുക്കലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെല്ലാം കിട്ടുന്ന മാഗിൻ്റെ പൗഡറില്ലേ, വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്താ പറയുക, ബീഫ്, ചിക്കന് എല്ലാം നല്ലോണം നേരെ രീതിയിൽ കട്ടാക്കി, അതുപോലെ തന്നെ ന്യൂഡിൽസ്, പിന്നെന്താ ചെമ്മീൻ, പിന്നെന്താ മോമോസ് ഉണ്ടാക്കുക, പിന്നെ മഷ്റൂം, പിന്നെ കുറച്ച് വറ്റൽമുളകില്ലേ അതെല്ലാം കട്ടാക്കി ഇട്ട് കൊടുക്കുക. അന്നേരം തന്നെ ഇതാവും കേട്ടോ. നമുക്ക് വീട്ടിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഇതിൻ്റെ ടേസ്റ്റിലങ്ങ് എന്തെല്ലാം ഐറ്റംസ് ഇട്ടിട്ടുണ്ടാവുമെന്ന് ഒന്നൊന്ന് എന്താ പറയുക, നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നുകൂടി എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്ര അടിപൊളിയാണ്. സൂപ്പിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലെല്ലാം
എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ആക്കേണ്ട ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് ഇതിൽ നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, മോനിക്ക് നല്ല എരിഞ്ഞിട്ട് ഓന് ഭയങ്കര ദേഷ്യത്തിലാണ്. ഓനെപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഓൻ അങ്ങനെ തന്നെയാണ്. ഓന് കഴിക്കുന്നതിന് ആദ്യം ഒരു കരച്ചിലും കാര്യങ്ങളിലായിരിക്കും. ഫ്രഞ്ച് ഫ്രൈസും മാത്രമേ ഓർഡർ ചെയ്യും, അത് മാത്രം കഴിക്കും അങ്ങനെ. പിന്നെ ഇതിപ്പം എരിയുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐസെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, ഇതാണ് കേട്ടോ എൻ്റെ ബ്രദർ, ഹിഷാം എന്നാണ് പേര്. പിന്നെന്താ, നല്ല രസമാണ് ഓൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനല്ല. ഫാമിലി എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പം നല്ല രസമല്ലേ. ഇതിപ്പോൾ ആരുമില്ല, ഞാനും നിൽക്കും, ഓനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നാട്ടിലാണെന്നുള്ളത്. പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഫ്ലവർ ടീ കിട്ടുന്നുണ്ടെന്ന്. ഇത് നമ്മളെ നാട്ടിൽ എന്താ പറയുക, ചെട്ടിയല്ല, അതിൻ്റെ വേറൊരു ടൈപ്പ് ഫ്ലവറില്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. റോസ് ടീ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ടീ ഇല്ലേ, അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.